വിവാദമായ വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞ. സ്വന്തമായി ഒരു അച്ഛനുണ്ട്. ആ പേര് മുഴുവൻ പറയാനുള്ള അധികാരവും അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ജാതി വാല് പിടിച്ചു എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. ഇവിടെ ജാതിയും മതവും ഇല്ലാതെ സമുദായത്തെ മുറുകെ പിടിക്കാതെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിനങ്ങളായി രാഷ്ട്രീയ കേരളത്തിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. സഭക്കാർ പറയുന്ന ആളെ മന്ത്രിയാക്കണം. അതും ഒരു സഭയല്ല, രണ്ടും മൂന്നും സഭ. ആരെയും പിണക്കാൻ പറ്റില്ല. അവർ പറഞ്ഞ വകുപ്പുകൾ കൊടുക്കണം. ആ വകുപ്പുകൾ കൊടുക്കാൻ വേണ്ടി ഇവിടെ മലക്കം മറിഞ്ഞത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് തടയാൻ ഒരു സാംസ്കാരിക നായകരെയും നമ്മൾ കണ്ടില്ല. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്നും കൊട്ടാരക്കരയിൽ ആരൊക്കെ ജയിക്കണമെന്ന് NSS തീരുമാനിക്കുമെന്നും NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞപ്പോഴും ഇവിടെ ആരും കുലുങ്ങിയില്ല. ഈഴവ സമുദായത്തിൽ നിന്ന് 3 മന്ത്രിമാരെങ്കിലും വേണമെന്ന് ശിവഗിരി മഠം സ്വാമിമാർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നതെന്ന് പറഞ്ഞപ്പോഴും ഇവിടെ ജാതി പറഞ്ഞതായി തോന്നിയില്ല. സത്യപ്രതിജ്ഞ ചടങ്ങിൽ സ്വന്തമായുള്ള അച്ഛന്റെ പേര് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ജാതി വെറിയനായി. അതെങ്ങനെ സംഭവിക്കും? എങ്ങനെ നടപ്പിലാകും? ഇവിടെ വിവാഹത്തിന് മാത്രമാണോ ജാതി നോക്കുന്നത്? സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ, സ്കൂളുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ തുടങ്ങി എത്ര കാര്യങ്ങൾക്കാണ് ഇവിടെ പരസ്യമായി ജാതി പേര് ഉപയോഗിക്കുന്നത്. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പേരിൽ സ്കൂളുകൾ, കോളേജുകൾ പരസ്യമായി ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വരെ ഇവിടെ നിലനിൽക്കുന്ന കൊച്ചു കേരളത്തിൽ ഒരാൾ സ്വന്തം അച്ഛന്റെ പേര് പറഞ്ഞതിൽ ഇത്രയും വിവാദമാകേണ്ട കാര്യമുണ്ടോ? സ്വന്തം അച്ഛന്റെ പേരല്ലേ പറഞ്ഞത്, മറ്റാരുടെയും അച്ഛന്റെ പേരല്ലാത്ത പക്ഷം അതിലൊരു തെറ്റ് പറയാൻ പാടുണ്ടോ എന്നറിയില്ല. ജാതി വെറിയില്ലാത്ത കേരളമല്ലാതെ ജാതിയില്ലാത്ത കേരളം ഉണ്ടാക്കുക എന്നുള്ളത് ശ്രമകരമാണ്. ഒരു മുഖ്യമന്ത്രി ഭരണത്തിൽ കയറുമ്പോൾ ഭരണഘടന അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. അല്ലാതെ അയാളുടെ പേരിൽ ജാതി ഉണ്ടെങ്കിലോ ജാതി പേര് വായിച്ചത് കൊണ്ടോ ഭരണം നല്ലതാകില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ജാതിവെറികൾ അവസാനിപ്പിച്ചു സവർണജാഥ നടത്തിയ മന്നത്ത് പത്മനാഭന്റെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. പൂണൂൽ പൊട്ടിച്ച അദ്ദേഹവും ജനകീയനായ ഇറംപാലത്ത് കൃഷ്ണൻ നായനാരും അച്യുത മേനോനും മുഹമ്മദ് കോയയും കേരളം ഭരിച്ചപ്പോൾ ഇവിടെ ജനകീയനായി തന്നെ തുടരുകയായിരുന്നു. അവർ ആരും തന്നെ പേര് മാറ്റിയില്ല, അച്ഛന്റെ പേര് മറച്ചു പിടിച്ചിട്ടില്ല. ഒന്ന് പിന്നിലോട്ട് നോക്കിയിട്ട് വേണം എന്നും എന്ത് കാര്യത്തിനെ കുറിച്ചും അഭിപ്രായം പറയേണ്ടത്. പ്രതിപക്ഷത്ത് നിന്നിട്ട് 100 മേനി വിജയം കൊയ്ത് ഭരണപക്ഷത്തിൽ കയറിയ വി.ഡി. സതീശനെ ചെറിയ ഒരു ആരോപണത്തിൽ ഒതുക്കാൻ നോക്കിയാൽ അത് എളുപ്പമാകില്ല. വടശ്ശേരി ദാമോദരൻ മേനോൻ മകൻ സതീശൻ കേരളം ഭരിച്ചു നോക്കട്ടെ, എങ്ങനെയെന്ന് കാണാമല്ലോ.